രജനി, ഞാനിപ്പോൾ നിൽക്കുന്നത് RK പുരത്തെ ഡൽഹി പബ്ലിക് സ്കൂളിന് മുന്നിലാണ്. രാവിലെ 2 സ്കൂളുകളിൽ ആദ്യം ഭീഷണി എത്തിയതിൽ ഒന്ന് ഡൽഹി പബ്ലിക് സ്കൂളായിരുന്നു. ഇവിടെയാണ് രാവിലെ ഭീഷണി സന്ദേശം എത്തിയത്. ദില്ലി പോലീസ് പറയുന്നത് എന്തെന്ന് വെച്ചാൽ ഇന്നലെ രാത്രി 11:30 കൂടിയാണ് ഈ ഭീഷണി സന്ദേശങ്ങൾ സ്കൂളിലേക്ക് അയക്കുന്നത്. ഇന്ന് രാവിലെ 7 മണിയോടെയാണ് ദില്ലി പോലീസിനും ഫയർഫോഴ്സിനും ഇത്തരത്തിൽ സ്കൂളുകളിൽ ബോംബ് വെച്ചിട്ടുണ്ടെന്നുള്ള ഭീഷണി സന്ദേശം എത്തിയെന്നുള്ള വിവരം ലഭിക്കുന്നത്. തുടർന്ന് പോലീസും അഗ്നിരക്ഷാ സേനയും സ്ഥലത്തെത്തുകയും കുട്ടികളെ എല്ലാം തിരികെ വീട്ടിലേക്ക് അയക്കുകയും ചെയ്തിരുന്നു. രാവിലെ 7 മണി ആയതുകൊണ്ട് തന്നെ സ്കൂളിലേക്ക് കുട്ടികൾ വരുന്ന സമയമായിരുന്നു. വലിയ തിരക്കുണ്ടായിരുന്നു. ആ തിരക്കുകളെല്ലാം നിയന്ത്രിച്ച് ഇവരെ തിരിച്ച് വീടുകളിലേക്ക് അയച്ചു. അതിനുശേഷം ഡോഗ് സ്ക്വാഡും അതുപോലെ ബോംബ് സ്ക്വാഡും സ്കൂളിലെത്തിയപ്പോൾ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പോലീസ് പറയുന്നതനുസരിച്ച് ഇതുവരെ ഈ സ്കൂളുകളിൽ നിന്നൊന്നും തന്നെ സംശയാസ്പദമായ രീതിയിൽ ഒന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഇതിനുശേഷമാണ് ഇമെയിലിലെ വിശദാംശങ്ങൾ പോലീസ് പുറത്തുവിടുന്നത്. ഏകദേശം 40 സ്കൂളുകളിൽ ബോംബ് വെച്ചിട്ടുണ്ടെന്നും സ്കൂളിലെ വിവിധ ഭാഗങ്ങളിൽ കണ്ടെത്താൻ പറ്റാത്ത രീതിയിലാണ് ബോംബുകൾ വെച്ചിട്ടുള്ളതുമെന്നുമാണ് സന്ദേശത്തിൽ പറയുന്നത്. ഈ ബോംബുകൾ വ്യത്യസ്ത ഇമെയിൽ ഐഡികളിൽ നിന്നാണോ ഈ സ്കൂളുകളിലേക്കൊക്കെ ഇത്തരത്തിൽ ഭീഷണി സന്ദേശം പോയിരിക്കുന്നത്? ഇതേക്കുറിച്ചൊക്കെ പോലീസ് എന്തെങ്കിലും കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ടോ? ഒരേ സമയമാണോ ഇങ്ങനെ ബോംബ് ഭീഷണി വന്നിരിക്കുന്നത്? അത്തരം കാര്യങ്ങൾ എന്താണ് അമൃത പോലീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? രജനി, പോലീസ് പറയുന്നതനുസരിച്ച് ഇന്നലെ രാത്രി 11:30 ഇമെയിലുകളെല്ലാം തന്നെ സ്കൂളിലേക്ക് എത്തിയിരിക്കുന്നത്. ഇമെയിലുകളുടെ സന്ദേശം അയച്ച ഇമെയിലുകളെ പറ്റി പോലീസ് കൂടുതൽ അന്വേഷണം നടത്തി വരുന്നതേയുള്ളൂ. ഒരേ ഇമെയിലുകളാണോ അതോ വിവിധ ഇമെയിൽ ഐഡികളിൽ നിന്നാണോ ഈ സന്ദേശം വന്നിരിക്കുന്നതെന്ന് പോലീസ് അന്വേഷിച്ചു വരുന്നതേയുള്ളൂ. നേരത്തെയും ഇത്തരത്തിൽ ഡൽഹിയിലെ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് വ്യാപകമായി ബോംബ് ഭീഷണി സന്ദേശങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അവയെല്ലാം തന്നെ വ്യാജമാണെന്ന് തുടർന്നുള്ള പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു. ഏതാണ്ട് കഴിഞ്ഞ ഒക്ടോബറിലാണ് ഇത്തരത്തിൽ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് ഇത്തരത്തിൽ ഭീഷണി സന്ദേശങ്ങൾ എത്തുകയും അതുപോലെ ദില്ലിയിലെ രോഹിണിയിൽ സ്കൂളിന് മുന്നിൽ ഒരു സ്ഫോടനം ഉണ്ടാവുകയും ചെയ്തിരുന്നു. പിന്നീട് അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഖലിസ്ഥാൻ ഗ്രൂപ്പുകളടക്കം മുന്നോട്ട് വന്നിരുന്നു. പക്ഷേ ഇപ്പോൾ നടന്നിരിക്കുന്ന ഈ ഒരു ഭീഷണി സന്ദേശത്തിന്റെ പിറകിൽ ആരെന്നോ അല്ലെങ്കിൽ ഇമെയിലുകൾ എവിടെ നിന്നാണ് അയച്ചതെന്നോ അത്തരത്തിലുള്ള യാതൊരു വിവരവും പോലീസ് ഇപ്പോൾ പുറത്തുവിട്ടിട്ടില്ല. അതിനെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടക്കുന്നതേ ഉള്ളൂ. രജനി, അമൃത, എന്തായാലും ഈ പരിശോധനകൾ പുരോഗമിക്കുകയാണോ? ഡോഗ് സ്ക്വാഡ് അടക്കം എത്തി. ഈ കുട്ടികൾ ഇന്നലെ രാത്രി വന്നത് ഇമെയിൽ സന്ദേശങ്ങളാണ്. അപ്പോൾ അതനുസരിച്ച് രക്ഷിതാക്കൾക്കൊക്കെ അറിയിപ്പ് കൊടുക്കാൻ ഈ സ്കൂളുകൾക്ക് കഴിഞ്ഞിരുന്നോ? അതോ സ്കൂളിൽ എത്തിയ ശേഷം കുട്ടികളെ തിരിച്ചയക്കുന്ന സാഹചര്യമാണോ? ഇപ്പോൾ ഈ സ്കൂളുകളിലൊക്കെ കുട്ടികളെ വീട്ടിലേക്ക് മടക്കി അയച്ചിട്ടുണ്ടോ ഇന്ന്? രജനി, ഇന്നലെ നമുക്കറിയാം ഞായറാഴ്ചയായിരുന്നു. ഇന്ന് രാവിലെ സ്കൂൾ തുറന്നപ്പോഴായിരിക്കാം ഒരുപക്ഷെ ഇമെയിൽ സന്ദേശങ്ങൾ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അതുകൊണ്ട് തന്നെ രാവിലെയാണ് പോലീസിനും ഫയർഫോഴ്സിനും ഈ ഇമെയിലുകളെ സംബന്ധിച്ചുള്ള വിവരം ലഭിക്കുന്നത്. തുടർന്നാണ് സ്കൂളിലെത്തിയ കുട്ടികളെ എല്ലാം തിരിച്ച് വീടുകളിലേക്ക് അയക്കുകയായിരുന്നു. സ്കൂൾ ബസ്സിലും അതുപോലെ രക്ഷിതാക്കളും നിരവധി കുട്ടികളെ എത്തിച്ചിരുന്നു. ഇവരെയെല്ലാം ഈ വിവരം ലഭിച്ച ഉടനെ തന്നെ തിരികെ വീടുകളിലേക്ക് അയച്ച് സ്കൂൾ ഇവാക്യുവേറ്റ് ചെയ്യുകയാണ് ചെയ്തത്.